വെറിത്തിരംഗം തിയേറ്റേഴ്സിന്റെ രണ്ടാമത്തെ ഹാസ്യനാടകം ലോക്കൽ കോഡ്. തിരശ്ശീലയ്ക്ക് പിന്നിൽ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ പോൾ ചാലക്കുടി, ബേബി കൂത്താട്ടുകുളം, റോയി വൈക്കം, ബിജു കാരിത്താസ്, ജറാൾ കരിവാറ്റ, രഞ്ജു കാനം. നിങ്ങളേവരുടെയും സഹകരണവും പ്രോത്സാഹനവും പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു ലോക്കൽ 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 ലോക്കൽ. ഒരുപാട് പൈസ കിട്ടാനുണ്ട്. രാഘവൻ 250 രൂപ. അയ്യോ ആളുണ്ട്, ആളുണ്ട്. വേറെ അപ്പുറത്തുണ്ട്. ശരി ആയിക്കോട്ടെ. ഓമന ഞാൻ ഡ്യൂട്ടിക്ക് പോവാ. ഇന്നലെ ഓവർ ടൈം ആയിരുന്നേ. ഓ ഭയങ്കര വർക്കാ. പപ്പ ലണ്ടനില് ഇപ്പൊ തണുപ്പൊക്കെ ഉണ്ടോ? ഓ ചൂടായിരുന്നു. ഓക്കെ പപ്പ. പിന്നെ ഞാനൊരു 2 മാസം കഴിയുമ്പോ കയറും. മമ്മയെ ഞാൻ ഇന്നലെ വിളിച്ചായിരുന്നു. ഓക്കെ പപ്പ. ഞാൻ ഡ്യൂട്ടി പോയിട്ട് മമ്മയെ ഇപ്പൊ വിളിക്കുന്നുണ്ട്, 6 വിളിക്കുന്നുണ്ട്. ഓക്കെ പപ്പ, ഞാൻ പിന്നെ വിളിക്കാം. എക്സ്ക്യൂസ് മീ, സ്വിറ്റ്സർലൻഡ് കോഡുണ്ടോ? സ്വിറ്റ്സർലൻഡ്. ഞാൻ എല്ലാ ദിവസവും അത് എടുത്തുകൊണ്ട് വരുന്നതാണ്, കൊണ്ടുവന്നതും ഇല്ലല്ലേ. ആരെങ്കിലും വഴുകുമ്പോ കാക്കയുടെ വായി പുണ്ണെന്ന് പറയുന്നത്. ഞാൻ വിളിച്ചോളാം. സെറ്റപ്പ് ടീമാ. ചായ മമ്മി പപ്പയെ വിളിച്ചിരുന്നേ ഉള്ളൂ. കുഴപ്പമില്ല. ഞാനാ ഇന്നലെ ഓപ്പയമായിരുന്നു. ഓ കുഴപ്പമില്ല. ഞാൻ 2 മാസം കഴിയുമ്പോൾ വരുന്നുണ്ട്. ഓക്കെ മമ്മി, ഞാൻ പിന്നെ വിളിക്കാം. ബൈ. ഡ്യൂട്ടിക്ക് പോവാ. ഒരു പട്ടുസാരിക്ക് പറഞ്ഞേ ഉള്ളൂ. ഇന്ന് മേടിക്കണം. ചേട്ടാ ഇരിക്കടാ, ഇരിക്കട്ടെ. അപ്പുറത്ത് രാജന്റെ കട നല്ല ചായ ഉണ്ട്. ചായക്ക് പറഞ്ഞു. ചായ വേണ്ട, ചായ വേണ്ട, ഞാൻ കുടിക്കത്തില്ല. ഫ്രൂട്ട് സ്നാക്സ് കിട്ടും. ഏതായിട്ട് ഫ്രൂട്ട് സ്നാക്സ് മനസ്സിലായ? അറിയില്ല. ഇല്ല ഏതാ ഏതാ ചോദിച്ചാൽ ഫ്രൂട്ട് സ്നാക്സ് അറിയില്ല. എക്സ്ക്യൂസ് മീ, എന്റെ ബിസിനത്തെ കുഞ്ഞമ്മയുടെ നമ്പർ തരാം. ഏതാ ചോദിച്ചാൽ? ഞങ്ങളുടെ ബിസിനത്തെ കുഞ്ഞമ്മയുടെ നമ്പർ വേണം. അതല്ല സാറിന്റെ കുഞ്ഞമ്മയുടെ നമ്പർ. അതെ. അത് സാറിന്റെ കുഞ്ഞമ്മയുടെ നമ്പർ എങ്ങനെ എന്റെ കാണും? കുഴപ്പമില്ല, രായമാമന്റെ നമ്പർ ഒന്നാലും മതി. എന്റെ പൊന്ന് സാറേ, സാറിന്റെ കുഞ്ഞമ്മയുടെ സാറിന്റെ രായമാമന്റെ നമ്പർ സാറിന്റെ കയ്യിൽ കാണും. ഇത് എന്റെ അടുത്ത് ചോദിച്ചേക്കണേ. അത് പറഞ്ഞ അതെങ്ങനെയാണ് സംഭവം? മറിയാതെ ഞാൻ കാര്യത്തിൽ ചന്തയിൽ പോയി എലിയോടത്ത് സംസാരിച്ച് അപ്പൊ അവര് പറഞ്ഞത് പെരിശാരികൾ ഇനി അവിടെ കയറി ആക്രമിക്കില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇന്നലെ എലികളുമായിട്ട് ചർച്ച നടത്തി. മനസ്സിലായില്ലേ? സംസാരിക്കുന്നില്ല. ചായ വേണ്ട കേട്ടാ, മുഴുത്ത വട്ട. ഹലോ, എന്തൊരു ഭാഷ പറഞ്ഞു? അല്ല സാറേ, സാറ് ചായ കുടിക്കത്തല്ലോ. എന്തൊരു വാക്ക് പറഞ്ഞത്? എന്താ? അയ്യോ, ഞാൻ സാറിനെ ഒന്നും പറഞ്ഞില്ല. അല്ല ചായ ഞാൻ പറഞ്ഞ ഞാൻ എലികളുമായിട്ട് ചർച്ച നടത്തി. ഞാൻ അവർക്ക് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിന്നെ മേഞ്ഞിട്ട് പോകും. അല്ല അതെനിക്കറിയാം സാർ. അവർ വന്ന് മേഞ്ഞിട്ട് പോകും. ആരെന്നറിയടാ? സത്യൻ
ഇന്നലെ വന്ന് വീട്ടിൽ നിന്ന് പഴിഞ്ഞു കുടിച്ചുകൊണ്ടാണ് പോയത്. മനസ്സിലായ? അല്ല എന്റെ പൊന്ന് സാറേ, ഈ നേരത്തെ എന്തോ ഒരു വാക്ക് പറഞ്ഞു. ഇല്ലില്ല. ഒരു കാര്യം ചെയ്യ്. ഞാൻ സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഫ്രൂട്ടി കുടിക്കുക. ആ ഫ്രൂട്ടി കുടിക്കണ എന്റെ പൊന്ന് സാറേ വേണ്ട സാറേ. പിന്നെ ഞാൻ കാര്യം ചോദിച്ചോട്ടെ സാർ, ആരെ കാണുന്നു, ആരെ നമ്പർ വേണമെന്ന് പറഞ്ഞു? രായമാവന്റെ രായമാവൻ രായമാവൻ എവിടെ? ഈ സൈഡ് സാധനങ്ങളെ അതൊക്കെ എവിടുന്നറാ ഊളം പറയാന്ന് ചാടി വരികയാന്ന് അതെ കേറി വരും ഓരോന്നിനായിട്ട്. അവനെ രാവിലത്തെ എന്തായാലും കഴിഞ്ഞ് അതിനെന്താ വിളിച്ചോ? അല്ല കണ്ടല്ലോ വലിയ പോലല്ലേ. എന്റെ കുഞ്ഞമ്മ അപ്പുറം താമസമുണ്ട്. ഓ അത് ശരി. ഓ അതിനെന്താ വിളിച്ചോ? ഇല്ല 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 കുഴപ്പമുണ്ടോന്ന് എനിക്ക് അറിയണം. അല്ല കാര്യങ്ങളൊക്കെ അങ്ങനെ അവിടെ നടക്കുന്നത്. വിളിച്ചോ വിളിച്ചോ ഒരു ബുദ്ധിമുട്ടില്ല. ഓമന 112 അവളെ വെട്ടി കീറാ ഇതുവരെ കൊണ്ടുവന്നു. ഹലോ ആള്. അയ്യോ ചേട്ടാ ആളുണ്ട്. പക്ഷെ നേരത്തെ വന്നില്ലേ? അതെ അത്യാവശ്യമായിരുന്നു. അയ്യോ ആളുണ്ട് ചേട്ടാ. വേറെ ഇവിടെ അടുത്ത് വേറെ അവിടുന്ന് റൈറ്റിലോട്ട് പോകുമ്പോ റൈറ്റിൽ ആ ശരി ഇവിടെ കാണും. കാണും അവിടെ ഉണ്ടോ? അത്യാവശ്യമായിരുന്നു. ആയിക്കോട്ടെ. നേരത്തെ വന്നേ പാവം. മാമ നീ എന്താണ് ഫോൺ എടുക്കാത്ത? ഞാൻ ഒരു ബൂത്തുണ്ടേ. ഒരു 3:30 ഞാൻ എത്തും. ഓ എടുത്ത് കയ്യിലെടുത്തോണ്ട്. ഓ ശരി. പിന്നെ ഇതെത്ര ഇത് 10 ഉണ്ടെണ്ണ 600 രൂപ. ഇതിപ്പോ നിർബന്ധമല്ലേ? ഭയങ്കര ചെക്കിങ്. ബുക്കിന് ചെക്കിങ് പോലീസ് പിടിക്കില്ലേ? അതല്ല ഇത് പിടിച്ചാൽ പറ്റിയെത്ര? 10-100 അടിച്ചു തരും. 200 വെച്ചാൽ 100 ജോലിക്കാണ് പോകുന്നത്. ഡെയിലി 200 പെറ്റി കൊടുക്കാനുണ്ട്. അല്ല ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ, ഇത് വെച്ചാൽ ചെവി കേൾക്കാൻ പറ്റും? ചെറുതായിട്ട് കേൾക്കാണ്. എന്നാ വീട്ടിൽ അമ്മൂന്നൊക്കെ ഒരെണ്ണം മേടിച്ചു കൊടുക്കണം, അവർക്ക് ഒട്ടും ചെവി കേൾക്കത്തില്ല. 350 പൈസ. അല്ല വിളിച്ച കോളിന്റെ 350. ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടില്ല ഒരു കോൾ വിളിച്ചത്. അതല്ലേ ഞാൻ പറഞ്ഞിട്ടല്ലേ വിളിച്ചത്. 350 പൈസ വിളിച്ചത്. ഞാൻ നിങ്ങളോട് ചോദിച്ചല്ലോ ഒരു കോൾ വിളിച്ചോളൂ. ഞാൻ ചോദിച്ചു. അയ്യോ അത് അപ്പൊ അണ്ണമ്മതിലെ ഞാൻ വിളിച്ചപ്പോ അതിന് ഈ കാര്യം വിളിച്ച് എന്ന് പറഞ്ഞ് വിളിച്ചേന്റെ പൈസ പൈസ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ട കാര്യം. എനിക്ക് കാര്യം വിളിച്ച പോലെ ഇതെന്തുകൂടെ ഇത് സാമാന്യ മര്യാദ ഇതൊന്നും ശരിയല്ല. ഇതൊന്നും ശരിയല്ല. ഇതൊന്നും ശരിയല്ല. നീ പൈസ തന്നിട്ട് പോകും. ചുമ്മാ സംസാരിക്കാൻ പൈസ. ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടില്ല. ഞാൻ കോൾ വിളിച്ചത്. ഞാൻ ലോൺ എടുത്തതായത്. അത് ശരിയായില്ല. ലോൺ എടുത്ത് ശരിയായില്ല. അതല്ല പിന്നെ ഒരു മനുഷ്യന്റെ അടുത്ത് ഇങ്ങനെ ഒന്നും പെരുമാറരുത്. നീ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. നീ പൈസ അടയ്ക്കും. രാവിലെ കൈ നീട്ടാൻ പോലും വിട്ടില്ല. ഇനി ഞാൻ ഇങ്ങോട്ട് പോയി നിങ്ങൾ നോക്കൂല്ലോ, തിരിഞ്ഞു പോലും നോക്കൂല്ലോ കേട്ടോ. ഇനി ഇങ്ങോട്ട് വരൂല്ല. ഞാൻ ഒരു കോൾ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കണം. കേട്ടാ ഞാൻ വന്നാൽ നോക്കുമല്ലോ. ഞാൻ ഒരു മനുഷ്യൻ നിങ്ങളുടെ മനുഷ്യനെ കണ്ടിട്ടില്ല. ആദ്യം മനുഷ്യനെ കണ്ട് പഠിക്കണം. മനുഷ്യൻ നല്ല എന്തുകൂടാ കാലം വിളിച്ചിട്ട് കിടന്നു പിടങ്ങുന്നു എന്റെ അടുത്ത്.